Hi, hello, welcome to our channel Disha Malayalam YouTube. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവാം. അതുപോലെ ഒരുപാട് വെയിൽ കൊള്ളുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. പെട്ടെന്ന് തടി കൂടുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരാം. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മാലയുടെ അലർജി കാരണം ഇപ്പോൾ ഗോൾഡോ സിൽവറോ എന്തായിക്കോട്ടെ അത് നിങ്ങൾക്ക് അലർജി ആയിട്ടുണ്ടെങ്കിൽ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവാം. അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് ഇതിന്. അപ്പൊ ഇതിൽ ഏത് കാരണങ്ങൾ കൊണ്ടാണോ ഇത്തരം പ്രശ്നം വരുന്നത് നമുക്കത് വളരെ ഈസി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ നമ്മുടെ ഫേസിൽ ഫേസ് പാക്കും സ്ക്രബും അല്ലെങ്കിൽ ബോഡി സ്ക്രബും ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ജസ്റ്റ് നെക്കിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സമയം മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ഫേസിൽ ചെയ്യുന്ന സമയത്ത് നെക്കിലൂടെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിത് ഒരുപാട് ഇങ്ങനെ കഴുത്ത് ഡാർക്ക് ആകാതെ ഫേസിന്റെ ആ ഒരു സ്കിൻ ടോൺ പോലെ തന്നെ കഴുത്തിന്റെ ആ ഒരു സ്കിൻ ടോൺ നമുക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകമായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇനി കഴുത്തിന് ചുറ്റും നന്നായിട്ട് ഡാർക്ക് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് അതൊന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കണം, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നെക്കിന് ചുറ്റും ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ഒരു തുണി മുക്കി പിഴിഞ്ഞെടുക്കുക. വലിയ ചൂടൊന്നും വേണ്ട കേട്ടോ, ചെറിയ ചൂട് മതി. ഇത് നെക്കിന് ചുറ്റും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് നല്ലൊരു ക്ലീനിങ് പ്രോസസ് കൂടെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു നെക്കിന്റെ പോലുള്ള സ്കിന്നിൽ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്കിൻ പോസ് ഓപ്പൺ ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. ഈ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കാണാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് ഫേസിലും നമ്മുടെ ബോഡിയിലും കൈകാലുകളിലും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ നെക്കിന് ചുറ്റും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്കിലും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ബാക്ക് നെക്കിൽ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 4 മിനിറ്റോളം ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പകുതി സമയം നമ്മുടെ കൈ കൊണ്ടിട്ട് തന്നെ സ്ക്രബ് ചെയ്യണം. ബാക്കി സമയം ഒരു നാരങ്ങയുടെ പകുതി പീസ് എടുക്കുക. എന്നിട്ട് ആ പീസിൽ കുറച്ച് സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് അത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു 4 മിനിറ്റ് ആണ്. പകുതി സമയം കൈവച്ചും പകുതി സമയം ഈ ലെമൺ വെച്ചിട്ടും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നെക്കിലെ ആ ഒരു സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും, നല്ല സ്മൂത്ത് ആവും. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവും. പിന്നെ നമ്മൾ ലെമൺ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും ലെമൺ നല്ലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ സ്കിൻ ലൈറ്റനിങ്ങിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് ഒരു 4 മിനിറ്റോളം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചിരിക്കുക. 10 മിനിറ്റിന് ശേഷം ഇത് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇത് തുടച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്നിൽ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ലൈറ്റൻ ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊരു സ്കിൻ ലൈറ്റനിങ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഇതിന് വേണ്ടത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ജ്യൂസ് ആണ്. അപ്പോൾ ഇത് നല്ലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് മാറ്റാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് ആവശ്യാനുസരണം എടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. ഇത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ലെമൺ ജ്യൂസ് ആണ്. ഇതൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പം ഇതും സ്കിൻ ലൈറ്റനിങ്ങിന് വളരെയധികം നല്ലതാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇത് ആവശ്യാനുസരണം ഈ പാക്ക് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചേർത്ത് കൊടുക്കാമോ അതനുസരിച്ച് ചേർക്കുക. ഓക്കെ, ഇനി ഈ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഗോതമ്പ് പൊടി ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സ്യൂട്ട് ആവുന്നതാണ്. നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഗോതമ്പ് പൊടി. ഇനി ഇതിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ ലൈറ്റനിങ് പാക്ക്. അപ്പോൾ ഇത് നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാക്ക് ഒന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവാണ്. ഇത് വീക്ക്ലി 2 തവണ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.